ചിറ്റ്ചാറ്റാണ് മിഥുനുമായിട്ട്. ടോപ്പിക് എന്ന് പറയുന്നത് ഇറാനിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കഴിഞ്ഞ 2-2.5 വർഷം മുമ്പ് ഇറാനിൽ നടന്ന ഹിജാബിനെതിരെ നടന്ന പ്രക്ഷോഭം. അതിനുശേഷം അവിടെ വാറുണ്ടായി, ഇസ്രായേൽ ഇറാൻ വാറുണ്ടായി. ഇപ്പോഴും വീണ്ടും അതേപോലെ അപ്രൈസിങ് വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. ഇന്ന് കുറച്ച് മുമ്പ് അവരുടെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ അദ്ദേഹം രാജിവെച്ചു. ഏകദേശം ഇറാനിയൻ കറൻസിയെ അമേരിക്കൻ ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1,40,000 ആ രീതിയിലോട്ടാണ് പോയിരിക്കുന്നത്. അതായത് വലിയ രീതിയിൽ ഇൻഫ്ലേഷനും സാധനങ്ങൾക്ക് വലിയ വില കൂടുതലും ജനങ്ങൾ പെട്ടുപോയി, എക്കോണമി തകർന്ന് നാശമായിപ്പോയി. മിഥുൻ, എന്താണ് ഇതിനെപ്പറ്റി മിഥുന് പറയാനുള്ളത്? എങ്ങനെയാണ് ഇപ്പോൾ പുതിയ രീതിയിൽ ഇത് ഉണ്ടാകാനുണ്ടായ കാരണം? ഇപ്പം ഇറാന്റെ കറൻസിയുടെ ഡിവാലുവേഷൻ കാണാം, ഇൻഫ്ലേഷൻ, അവിടെ എനർജി ക്രൈസിസ്, വാട്ടർ ക്രൈസിസ്, പിന്നെ ഇല്ലാത്തൊരു ക്രൈസിസ് ഒന്നുമില്ല. ഇനി മുന്നോട്ട് പോവുക അസാധ്യമായിരിക്കുന്നു എന്ന് പറയാം. കാരണം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ഇറാനില് ഞായറാഴ്ച കടകൾ അടച്ചുകൊണ്ട് ജനങ്ങൾ പ്രക്ഷോഭം. അവിടുന്ന് നമുക്കറിയാം ന്യൂസുകൾ അത്ര എളുപ്പമൊന്നും പുറത്തു വരില്ല ഇറാനിൽ നിന്ന്, വളരെ സെക്യൂർഡാണ്. VPN കൂടെയൊക്കെ വരത്തുള്ളൂ. പല ന്യൂസുകളും വെളിയിൽ വന്നിരിക്കുന്ന ജനങ്ങൾ അക്ഷമരാണ്, പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ കണ്ടത് ഇറാന്റെ ഏറ്റവും വലിയൊരു അഭ്യാസ പ്രകടനം അല്ലെ, പല മേഖലകളിലും ബാലിസ്റ്റിക് മിസൈൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ പ്രദർശിപ്പിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അത് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് അവരുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വെസ്റ്റേൺ കൺട്രീസുമായിട്ട് നമ്മൾ യുദ്ധത്തിലാണ്. അദ്ദേഹം പറഞ്ഞ യുദ്ധം എന്ന് പറയുന്നത് ഈ യുദ്ധമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജൂൺ 12 യുദ്ധമല്ല, ഇതാണ് ആക്ച്വലി യുദ്ധം. ഇതിന് പുറകിൽ എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലിന് കൈകളുണ്ട്, ഇത് ഇളക്കി വിട്ടിരിക്കുകയാണെന്ന് ഉദ്ദേശിക്കുന്നു. അവർ ആഭ്യന്തര യുദ്ധത്തിലേക്ക് ഒരു പക്ഷെ കടക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരുടെ ഇറാൻ റിയാലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കൂപ്പുകുത്തിയിരിക്കുകയാണ്. ജനങ്ങളുടെ പണത്തിന് മൂല്യമില്ല. ഇപ്പൊ സാറിന്റെ ബാങ്കിൽ ഒരു 1,00,000 രൂപ ഉണ്ടെങ്കിൽ അതിന്റെ മൂല്യം 50,000 ആയാൽ എത്ര കാലം സാർ അടങ്ങിയിരിക്കും? ഒരു മാസം 2 മാസം. ഇത് സ്ഥിരം 50,000 25,000 ആയി, അതിന്റെ വാല്യൂ 10,000 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പൊറുതുമുട്ടി ജനങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവർ ഉദ്ദേശിച്ച വെസ്റ്റേൺ വാർ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ മീഡിയ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന പറയുന്നത് മറ്റേ ബാലിസ്റ്റിക് മിസൈൽ വാർ അല്ല, ദിസ് ഈസ് ദ ആക്ച്വൽ വാർ. ഇതിനെതിരാണ്. കാരണം ജനങ്ങൾ ഇറങ്ങും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ ഈ അഭ്യാസ പ്രകടനം നടത്തിയത്. കാരണം കാണിക്കാനായിട്ട് യുദ്ധം വരാൻ സാധ്യത ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അടങ്ങി. അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. ഇതായിരുന്നു ഉദ്ദേശം. ഇസ്രായേൽ ആയിരുന്നില്ല ഉദ്ദേശം, അവരുടെ സ്വദേശ ജനങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ ഇത് എത്ര കണ്ട് മുന്നോട്ട് പോകും, എത്ര കാലം ഇതിനൊരു സപ്പോർട്ടാണ് ഈ പറയുന്ന ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. നെതന്യാഹു എന്ന് മർലാഗോല് ഇതിലൊരു വസതി കണ്ടിരിക്കുന്നു. അധികം വൈകാതെ അവരുടെ രണ്ടുപേരുടെയും പത്രസമ്മേളനം കാണുമ്പോൾ ഇവരത് പറയാൻ ഉദ്ദേശിക്കുന്നതായിരുന്നു ഇതായിരിക്കും, എങ്ങനെയായിരിക്കും ഒരു സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു അപ്രൈസിങ്ങിന് ഇതിനെ പഴയൊരു ഖമേനിയും കൂട്ടരെ പുറത്താക്കുന്നതിലേക്ക് എത്തിക്കുമ്പോൾ ഈ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം തകർക്കാൻ. പക്ഷെ ക്രിട്ടിക്കൽ മൊമെന്റ് ആണ്. മോസ്റ്റ് പ്രോബബിലി വാറിന്റെ സാധ്യത വളരെ കൂടുതൽ. അല്ല അതിന്റെ വാറിന്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം പ്രക്ഷോഭം ഒരു പരിധിയിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഒന്നാമത് പഴയ പോലല്ല IRGC എന്ന് പറയുന്നത്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഈ ഒരു രീതി പോവുകയാണെങ്കിൽ ഇറാൻ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പലപ്പോഴും അവർക്ക് എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ കൊളാപ്സ് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഞാനിത് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ആ വാർ അത്രമാത്രം തീവ്രമായിട്ട് ഇത് നാശമായി കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും ഇതിന്റെ ഇമ്പാക്റ്റും ബാക്ക്ലാഷും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ആ വാറിന്റെ എഫക്റ്റ് ഇപ്പോഴാണ് ആൾക്കാർ കാണുന്നത്. അപ്പൊ അതിന്റെയാണ് ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത്, അല്ല മറ്റൊന്നുമല്ല. കാരണം അതോടുകൂടി അവർ തകർന്നു പോയി. ഈ വീരവാദം മുഴക്കുക എന്ന് പറയുന്നത് ജനങ്ങളെ അടക്കിയിരിക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞിരുന്നത്. റഷ്യയില് ഞങ്ങള് S-400 വാങ്ങിച്ചു, S-200 വാങ്ങിച്ചു, ഡിഫൻസ് ഒക്കെ ടോപ്പാക്കി വെച്ചിരിക്കാൻ വരൂ എന്ന് പറഞ്ഞ് നെത്തിനാഹുവിനെ വെല്ലുവിളിക്കുന്നത് കണ്ടതാണല്ലോ. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ കഴിവുണ്ടെങ്കിൽ എന്തിനാണ് ഈ വെല്ലുവിളിക്കുന്നത്? പോയി അടിച്ചാൽ പോലെ എന്തിനാ ഈ മർലാഗോയിലേക്ക് ഈ നെത്തിനാഹു വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നേ? ഇവര് അവരഭ്യാസം ഇസ്രായേലിൽ ത്രെറ്റാന്ന് പറയുന്നുണ്ട്. ഇസ്രായേൽ ഡെത്ത് ഫോർ അമേരിക്ക, ഡെത്ത് ഫോർ ഇസ്രായേൽ എന്ന് പറയുന്നത് എന്തിനാ വെയിറ്റ് ചെയ്യുന്നതിനാ? ഉണ്ടെങ്കിൽ ഇടാൻ അങ്ങോട്ട് ഇസ്രായേലിലേക്ക്. ഞാൻ ചോദ്യം തെറ്റാണ് സാറ് പറ. അല്ല ഈ നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇറാൻ ഇറാഖ് യുദ്ധവും അതേപോലെ പ്രോക്സീസിനെ ഏത് രീതിയിലാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നത്, അതവർക്കറിയാം അതെങ്ങനെ ചെയ്യണമെന്ന്. അതിനിയും നടക്കത്തില്ല. കാരണം ഈ പ്രോക്സീസിന് ഇവർ സ്പെൻഡ് ചെയ്ത് എങ്ങാണ്ട് $100 ബില്യൺ അടുപ്പിച്ച
എമൗണ്ട് ആണ്. കാരണം ഓയിലിൽ നിന്ന് കിട്ടിയ പൈസ മുഴുവനും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂത്തികൾക്കും ഇതേപോലെയുള്ള പല പ്രോക്സീസിനും കൊടുത്തു. അവരുടെ ഫ്രണ്ട് ലൈനിൽ നിർത്താൻ വേണ്ടി. അത് മുഴുവനും തകർന്ന് നാശമായിപ്പോയി. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് സിറിയയുടെ തകർച്ച, ലെബനന്റെ തകർച്ച. ഇപ്പോൾ കണ്ടു, യമൻ എന്ന് പറഞ്ഞ രാജ്യം രണ്ടായിട്ടങ്ങ് മാറി, സൊമാലിയ രണ്ടായിട്ടങ്ങ് മാറി. ഇതിന്റെ അതായത് ഒന്നില്ലെങ്കിൽ ഇറാനില് ഈ റെജീം മാറിയില്ലെങ്കിൽ ഇപ്പം അവര് പറയുന്ന സ്ലോഗൻ എന്ന് പറഞ്ഞ ഡെത്ത് ടു ഖൊമൈനിയാണ് ഇപ്പോഴും. അത് പോലീസ് ഫയറിങ് അടക്കം സോഷ്യൽ മീഡിയയിൽ VPN വെച്ച് നോക്കുമ്പോൾ ഇഷ്ടംപോലെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡെത്ത് ടു ഖൊമൈനി, ആ റെജീം പോകണമെന്നാണ് അവർ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുന്ന ഈ സമയത്ത്, മസൂദ് പെഷഷ്കാൻ എന്ന് പറയുന്ന ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഇറാനിയൻ ലീഡറാണ്. തള്ളിക്കളയരുത്. അപ്പൊ അയാളെ കൊണ്ടും അത് തള്ളിക്കളയാം, അത് ഒതുക്കാൻ പറ്റാതെ വരുന്നതിന്റെ സ്ഥിതി എന്ന് പറയുന്നത്, അവര് ഹിജാബിന്റെ ആ പ്രൊട്ടസ്റ്റ് നടന്നു കഴിഞ്ഞ ശേഷം ഇറാനിലുണ്ടായ ഒരു മാറ്റമുണ്ട്. അതായത് പെഷഷ്കാൻ വന്ന ശേഷം ഇറാനിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത്, അവിടെ പെണ്ണുങ്ങൾ പിന്നെ ഹിജാബ് മാൻഡേറ്ററി അല്ല. കാരണം നമ്മളത് പിന്നീട് അവിടെ നിന്ന് പല കാരണം ഫ്രാൻസ് 24ഉം മറ്റുള്ള ഇന്റർനാഷണൽ ചാനലും കാണിക്കാൻ തുടങ്ങി. അവിടെ ഹിജാബ് ഇല്ലാതെയും ഇഷ്ടം പോലെ പെൺകുട്ടികൾ പോകുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ മത പോലീസ് എന്ന് പറഞ്ഞ സാധനം ഈ വാറോടുകൂടി ഇല്ലാതാക്കി. കാരണം അയാൾക്ക് മനസ്സിലായി, മസൂദ് പെഷഷ്കാന് മനസ്സിലായി, അവരെ ഒതുക്കി സപ്രസ് ചെയ്ത് ഇനി ഫർദർ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർ ഗവൺമെന്റ് എന്താ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? വെള്ളം, കുടിവെള്ളം. അതേപോലെ തന്നെ ഹൈലി പൊല്യൂട്ടഡ്, ഡൽഹിയെക്കാളും പൊല്യൂട്ടഡ് ആണെന്ന് ആലോചിച്ച് നോക്കണേ ടെഹ്റാൻ. അതേപോലെ തന്നെ അവർക്ക് ഈ പറയുന്ന ഓയില് ലോകത്ത് എവിടെയും ആകെ മേടിക്കുന്ന ചൈന അവരുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട്. അതായത് ഗ്ലോബൽ സാങ്ഷന്റെ പേരിൽ ഡീസാലിനേഷൻ, അതായത് ഈ കടൽ വെള്ളം കുടിവെള്ളമാക്കുന്ന ആ പരിപാടികൾ പോലും അത് റിപ്പയർ ചെയ്യാനും പ്ലാന്റുകൾ റിപ്പയർ ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. അത് മനസ്സിലാക്കേണ്ട, ഒരു രാജ്യത്തെ ഐസൊലേഷൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം പിടിച്ചു നിന്നു കയറാൻ. ഇനി അവർക്ക് ഫർദർ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് വാറിലുണ്ടായ അടിയെ. കാരണം യഥാർത്ഥ സത്യം ജനങ്ങൾക്കും എല്ലാവർക്കും അറിയാം. കാരണം ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല വാറിന്. അതുകൊണ്ടാണ് മസൂദ് പെഷഷ്കാൻ പറഞ്ഞ്, നേരത്തെ ഉണ്ടായ വാർ, ജൂണിലുണ്ടായ വാർ ആയിരിക്കില്ല ഉണ്ടാവുന്നത്. അവർക്കറിയാം ഇനി അവരെ കൊണ്ടൊരു വാർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവരുടെ കയ്യിലില്ല. പിന്നെ അവർ പല രീതിയിലുള്ള ഈ വെപ്പൺസ്, അതായത് മിസൈൽ, ഹൈപ്പർസോണിക് മിസൈൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും, ഇത് വീണ്ടും ഇസ്രായേൽ പോയി ഇവനെ അടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വിടുന്ന ഒരു വെസ്റ്റേൺ സംഭവം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതൊന്നും പെട്ടെന്ന് ഈസി ഒന്നും അല്ല മിഥുൻ. കാരണം ഇതിന് ശേഷം, വാറിന് ശേഷം എവിടൊക്കെ രീതിയിൽ ഇറാനെ തടയണം, ആ തടയാനുള്ള എല്ലാ സംഭവങ്ങളും ഇന്ന് ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. അതിനകത്ത് ഞാൻ അറിഞ്ഞിടത്തോളം ഒരു ഇറാനിയനുണ്ട് ഡൽഹിയിൽ, അയാളിപ്പം ദുബായിലാണ്. അതിൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി ഒരു ജേർണലിസ്റ്റാണ്. പുള്ളി പറഞ്ഞു ഇറാനിൽ എല്ലാവർക്കും പേടി അവരുടെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഇസ്രായേലി ജൂ ആണ്. ഒരു രാജ്യത്തിന്റെ സ്ഥിതി, അവിടെയുള്ള പട്ടാളക്കാർ മാത്രമല്ല, അവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഇസ്രായേലി സ്പൈ ആണോ? കാരണം ആ രാജ്യത്ത് എന്തു സംഭവിക്കുക, ആ രീതിയിൽ എവിടെ വേണമെങ്കിലും സ്ഫോടനം ഉണ്ടാക്കും. കാരണം ആ രീതിയിലാണ് ആ രാജ്യമായിപ്പോയി. കാരണം അവരുടെ സെക്യൂരിറ്റി ഫോഴ്സസിനൊന്നും ഈ പറയുന്ന ഇസ്രായേലിനെയും മൊസാദിനെയും അവരുടെ സ്ട്രെങ്ത് അളക്കുന്നതിൽ ഭയങ്കരമായിട്ട് ഇവർക്ക് കൊളാപ്സ് ആയിപ്പോ. അതല്ലെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ വാർ ഉണ്ടായി കഴിഞ്ഞിട്ട് അവരുടെ ഇത്രയും മാത്രം ജനറൽസും ഇത്രയും സീനിയർ ആയിട്ടുള്ള പട്ടാള ഓഫീസേഴ്സും കൊല്ലപ്പെടുമ്പോൾ അപ്പൊ എന്ത് രീതിയിലുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്? ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറാൻ എന്ന് പറഞ്ഞതിൻ്റെ ഇപ്പോഴത്തെ റെജീമും, അതായത് അലി ഖമാനി, ഇപ്പോഴത്തുള്ള അയാൾ, കാരണം ചരിത്രം നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇറാനിലുണ്ടായ ചില മാറ്റങ്ങൾ ഞാൻ നിന്നോട് പറയാം. ഒന്ന്, അവരുടെ മെട്രോ സ്റ്റേഷന് സെയിന്റ് മേരിയുടെ പേര് കൊടുക്കുന്നു. രണ്ടാമത്, ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിടുത്തെ ഇറാനിയൻ ഭരണാധികാരി
ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒരു ക്രിസ്ത്യന്റെ വീട്ടിൽ പോകുന്നു. മൂന്നാമത് ക്രിസ്തുമസിന് ഈ അലി ഖമൈനി മെസ്സേജ് കൊടുക്കുന്നു. ഇത് ഇറാനിലുണ്ടായ സംഭവമാണ് ഇപ്രാവശ്യം. അതായത് അതിൻ്റെ അകത്ത് ബേസ് എന്ന് പറയുന്നത് അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അതായത് അവർ ഭയങ്കരമായിട്ട് കയറി 13-14% അവർക്കറിയാവുന്ന കാര്യമാണ്. അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഈ പറയുന്ന അജിറ്റേഷനും ഹിജാബിനെതിരെയൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ മറ്റുള്ളവരും കൂടെ അങ്ങ് ചേരുക. അല്ലെങ്കിൽ അവിടെയുള്ള പരമ്പരാഗതമായ മുസ്ലിം കമ്മ്യൂണിറ്റി, ഷിയ കമ്മ്യൂണിറ്റി ഒരിക്കലും ആ ഹിജാബ് സമരത്തിൽ ഞാൻ കണ്ട സംഭവമാണ് ഇർഷിഫാൻ. അവിടെ ഒരിക്കലും അവർ മസ്ജിദ് കത്തിക്കത്തില്ല. ഒരിക്കലും അവര് ഡെത്ത് ഇസ്ലാം എന്ന് പറയത്തില്ല. ഇത് പബ്ലിക്കായിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പബ്ലിക് റോഡുകളിൽ മുഖം കാണിക്കാതെ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അതായത് അവരൊന്നും ഷിയ ആരെന്നും, പക്ഷെ അവർ കൺവേർട്ടഡ് ആണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ പ്രൈസിങ് ഒന്നും ഉണ്ടാവത്തില്ല. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ട്. കാരണം ഈ പറയുന്നൊരു ഷിയ അനുകൂലികളെക്കാളും അവരെ സപ്പോർട്ട് ചെയ്ത്, അവിടെയുള്ള പുതിയ കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഹ്യൂജ് കമ്മ്യൂണിറ്റി ഉണ്ടായിട്ടുണ്ട്. അവരാണ് ഇതൊരു നേതൃത്വം കൂടി. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഷിയക്കകത്ത് അവർ ഹിജാബ് വസ്ത്രത്തിനകത്ത് ഡിസിപ്ലിൻ ഉള്ളവരാണ്. പ്രൈമറി പാർട്ട്. കാരണം ഇറാന്റെ ചരിത്രം നോക്കുവാണെങ്കിൽ ഇത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കാരണം അവർ ഇത് ഫോളോ ചെയ്യുന്ന. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് അവരൊരിക്കലും അവരെ ആധ്യാത്മിക സ്പിരിച്വൽ ലീഡറിനെ അയാൾ ഡെത്ത് ഖമൈനി എന്നൊരു വാക്ക് ഉപയോഗിക്കത്തില്ല. ഇസ് എ സ്പിരിച്വൽ ലീഡർ. രണ്ടാമത് ഇറാന് അവർ ഇതേപോലെ ഷിയ പള്ളികൾ പോയി കത്തിക്കാൻ, ഇർഷിഫാനിൽ നിന്ന് കത്തിക്കാൻ ഇവർ പോകത്തില്ല. അത് ചെറിയ കാര്യമൊന്നുമല്ല. കാരണം അതേപോലെ തന്നെ റോഡിൽ കൂടെ സ്ട്രീറ്റിൽ കൂടെ പോകുമ്പോൾ അവിടുത്തെ ഈ ഷിയ ക്ലർജീസ് ഉണ്ട്, അവരുടെ തൊപ്പിയൊന്നും തെറിപ്പിക്കത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഹിന്ദുക്കളെ പോലെയും ക്രിസ്ത്യാനികളെ പോലെയും ബുദ്ധിസ്റ്റുകളെ പോലെ അല്ല ഷിയ. ഇവര് ഹാർഡ് കോറാണ്. അതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? അതായത് ഇത്ര തീവ്രമായിട്ട് ഇത് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവർ ഇതൊക്കെ ചെയ്യുന്നത് ഷിയ മത വിശ്വാസികളാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഓക്കെ. രണ്ടാമത്തെ, അവിടെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഇത്രമാത്രം കൂടി. മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സംഘികളും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ഞാൻ നിന്നോട് തുറന്ന് പറയാം. അതായത് ഇത്രമാത്രം പ്രശ്നമുണ്ടായിട്ട് പോലും അവിടെ ക്രിസ്ത്യാനിറ്റി വളർന്നിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ ചോദ്യങ്ങളൊന്നുമില്ല. അവിടെ ജയിലിൽ തന്നെ ഉള്ളത് തല വെട്ടുക, കൈ വെട്ടുക, ഇത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഇന്ത്യയിലൊന്നുമില്ല. അവിടെ ഇത് വളർന്നിട്ടുണ്ടെങ്കിൽ 20 വർഷം, അതായത് പല ഷാ അയാൾ പോയ ശേഷം, ഇസ്ലാമിക റവല്യൂഷന് ശേഷം, കൾച്ചറൽ റവല്യൂഷന് ശേഷം അയാൾ പോകുന്നു. എന്നിട്ട് അലി ഖമൈനി വരുന്നു. ഇപ്പം അയാളുടെ വേറെ ജൂനിയർ ആയിട്ടുള്ള. അപ്പം അതിനുശേഷം ഈ കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഇറാനിലുണ്ടായ മാറ്റം, അത് എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ ഗ്ലോബൽ മാഗസിനെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് വളരെ വിസിബിൾ ആണ്. അവിടെ ചർച്ചിൽ പോകാൻ പറ്റത്തില്ല, ബൈബിൾ കൊണ്ടു കിടക്കാൻ പറ്റത്തില്ല, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അണ്ടർഗ്രൗണ്ട് ആണ്. ഒരാൾ പോലും അറിയത്തില്ല. ഇതിനകത്ത് മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെയും കൊണ്ട് ജയിലിലിട്ട് വരും. ക്രിസ്ത്യാനികളെ കൊണ്ട് ജയിലിലിട്ടു. ജയിലിലിട്ടപ്പോൾ ഉണ്ടായ പ്രശ്നം, അതിനകത്ത് ജയിലിലുള്ളവരും കൺവേർട്ട് ആയിട്ട് തിരിച്ചു വരാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെ ജയിലിലിടാതായി. ഇറാനിലുണ്ടായ സംഭവം. കാരണം അത് ഇൻട്രസ്റ്റിംഗ്. അത് ഈ പറയുന്ന പാസ്റ്റർമാരെ, ഇവാഞ്ചലിസ്റ്റിനെ കൊണ്ട് ജയിലിലിട്ടു. ജയിലിൽ പോയി അവര് ജയിലിൽ എന്ന് പറഞ്ഞ വലിയ ക്രിമിനൽസ് അത് കൺവേർട്ട് ആയിട്ട് തിരിച്ചു വന്നു. അതോടുകൂടി ഒത്തിരി പേര് കൺവേർട്ടായി. IRGC-ക്കാർ, ഞാൻ പറയുന്നത് ഇപ്പൊ അവരുടെ സമൂഹം എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ 1 കോടി പേരാണ് ടെഹ്റാനിൽ താമസിക്കുന്നത്. ഈ IRGC-യുടെ പുതിയ തലമുറയുടെ ഈ ഡിജിറ്റൽ മിഥുൻ, അവരുടെ മക്കള്, മറ്റുള്ള ബന്ധുക്കള്, ഇവരൊക്കെ എന്ന് പറഞ്ഞ് കൺവേർട്ട്. അവിടെ ഒരു സീനിയർ ആയിട്ടുള്ള ഇയാളുടെ ഇപ്പൊ അലി ഖമൈനിയുടെ അഡ്വൈസർ, അയാളുടെ മകളുടെ കല്യാണം
കേട്ടിട്ടുണ്ട് ഏതെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ഇതുപോലെ കല്യാണം നടത്തുമെന്ന്. ഡിഗ്നിറ്റി അല്ലേ? എനിക്കൊന്ന് അയാൾ പോലും കൺവേർട്ടഡ് ആണെന്ന് തോന്നുന്നു. കാരണം അതിനകത്ത് പങ്കെടുത്തവർ പോലും ഒരു ആള് പോലും നീ കണ്ടോ, എത്ര കുറച്ച് പെണ്ണുങ്ങൾ ഹൈ പോഷായിട്ട് നടത്തി. അതായത് ശരിക്കും ഇതിനകത്ത് പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇറാനിലുണ്ടായ മാറ്റം. അല്ലെങ്കിലൊന്നും ഇതേപോലെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവറൊന്നും ഇറാനിയൻ കമ്മ്യൂണിറ്റിക്ക്, പ്രത്യേകിച്ച് ഷിയ ഭരണകൂടത്തോടും റെജീമിനോടും ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഇത് ബേസിക്കലി ഇതിനകത്ത് എൻഡ് ആവും. കാരണം വാറ് കഴിഞ്ഞ് അവസാനം അതിൻ്റെ എക്കോണമി തകർന്നു, ജനങ്ങൾ മോശമായ രീതിയിലായി. ഇവർക്ക് എന്ത് നാഷണലിസം പറഞ്ഞാൽ ഇനി ഏക്കത്തില്ലെന്നറിയാം. കാരണം പരാജയപ്പെട്ട റെജീമാണ്. അതിനെ മാറ്റുക, അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഗിമിക്സ്. ഏതായാലും ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ